ആധ്യാത്മികമായ വിഷയങ്ങൾ ബുദ്ധി കൊണ്ട് കേൾക്കേണ്ടതല്ല, ഖൽബ് കൊണ്ട് ഉൾക്കൊള്ളേണ്ടതാണ്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അൽ ഗൈബ് കൊണ്ട്, അദൃശ്യം കൊണ്ട് വിശ്വസിക്കുന്നവർ എന്നാണ് മുത്തഖീങ്ങളുടെ ഒന്നാമത്തെ അടയാളം. അൽ ഇലാഹിയാത്ത് ലൈസത്ത് ബിമന്തിഖിയ്യ, നമ്മുടെ ഗുരുനാഥൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇലാഹിയായ വിഷയങ്ങൾ, ഈശ്വരീയമായ സംഗതികൾ, അതൊന്നും ബുദ്ധി കൊണ്ട് യുക്തി കൊണ്ട് അളന്ന് ഗ്രഹിക്കാനുള്ളതല്ല. കാരണം പരിമിതമായ ശുഷ്കമായ നമ്മുടെ ബുദ്ധിയും യുക്തിയുമൊക്കെ നിരവധി പരിമിതിക്ക് അടിമയാണ്. വളരെ ചെറിയ കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയൂ. സത്യത്തിൽ വലിയ കാര്യങ്ങൾ ഉൾക്കൊള്ളണമെങ്കിൽ നമ്മുടെ ഉപകരണം വിശാലമാകണം. ഖൽബ്, മനസ്സകം വിശാലമായി കാര്യങ്ങൾ ഉൾക്കൊള്ളും. അത്ര തന്നെ ബുദ്ധി ഉൾക്കൊള്ളുകയില്ല. അല്ലെങ്കിലും അനുഭവത്തിന്റെയും അറിവിന്റെയും വെളിച്ചത്തിലുള്ളത് മാത്രമേ ബുദ്ധിയുടെ മുമ്പിൽ സ്വീകാര്യമാവുകയുള്ളൂ. ഒരു 500 കൊല്ലം മുൻപ് ഇന്നത്തെ വിമാനത്തെക്കുറിച്ച്, സ്പേസ് യാത്രയെക്കുറിച്ച്, ബഹിരാകാശ സഞ്ചാരത്തെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ ഏത് ബുദ്ധിമാനായ ഒരാൾക്കും അന്നത്തെ അറിവിന്റെയും ശാസ്ത്രാനുഭവത്തിന്റെയും വെളിച്ചത്തിൽ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, പരിഹസിച്ച് പുച്ഛിച്ച് തള്ളുകയും ചെയ്യും. എന്നാൽ ഇന്ന് നമ്മുടെ അനുഭവം വർദ്ധിച്ചു, വലുതായി, അറിവുകൾ വളരെ വിശാലമായി. ഇന്ന് വിമാനം, സൗരയൂഥം, ചൊവ്വയിലുള്ള യാത്ര, ചന്ദ്രനിലേക്കുള്ള കുതിപ്പ്, ഇതൊക്കെ നമ്മുടെ അറിവിന്റെ അംഗീകാരത്തിന്റെ അളവിലുള്ളത് കൊണ്ട് വേഗം അത് അംഗീകരിക്കുന്നു. ആരും പരിഹസിക്കുന്നില്ല. ഉള്ളതും ഇല്ലാത്തതുമൊക്കെ അതിൽ അംഗീകരിക്കാൻ നമുക്ക് കഴിയുന്നു. ഇതെന്തിനാണ് ആമുഖം പറഞ്ഞത്? ആധ്യാത്മികമായ ചില സംഗതികൾ, പ്രവാചകന്മാരെ കുറിച്ച്, മലക്കുകളെ കുറിച്ച്, അവരുടെയൊക്കെ ആത്മീയമായ ഔന്നിത്യത്തെക്കുറിച്ച് പറയുമ്പോൾ ചിലർക്കത് ഉൾക്കൊള്ളാൻ കഴിയാത്തത് അവര് വെറും ബുദ്ധിയെ മാത്രം ആയുധമാക്കി പഠിക്കുന്നത് കൊണ്ടാണ്. ഖൽബ് തുറന്നു വെക്കുക. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളൊക്കെ പഠിക്കാനും പ്രചരിപ്പിക്കാനും ആ മേഖലയിലേക്ക് ശ്രദ്ധിക്കുന്നവരാണ് തുനിയുക. അല്ലാത്തവർക്ക് അത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യവുമില്ല.